എല്ലാവർക്കും സിഫുക്രാഫ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ട്രൈപോഡ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ പുതിയൊരു ട്രൈപോഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രൈപോഡിന്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നല്ലൊരു അടിപൊളി ട്രൈപോഡാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ട്രൈപോഡാണ്. നിങ്ങളൊരു യൂട്യൂബറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രൈപോഡ് മേടിച്ചാൽ നിങ്ങൾക്ക് കുറേ വർഷം നമുക്ക് യൂസ് ചെയ്യാം. ചിലപ്പോൾ ലൈഫ് ടൈം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ട്രൈപോഡാണ്. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ വിളിച്ചപ്പെടെ ലൈക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാണ്. ഒരു സൈഡ് മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ ട്രൈപോഡ് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഈ ട്രൈപോഡ് പുറത്തെടുക്കാം. അപ്പോൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കണം. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതൊരു പേപ്പറുണ്ട്, അത് സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് എടുക്കാം. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ട്രൈപോഡിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ട്രൈപോഡിൻ്റെ മാക്സ് വെയിറ്റ് ഇത് താങ്ങുന്നത് 5 കിലോ ആണ്. പിന്നെ ഇത് 3 സെക്ഷന് വരുന്നുണ്ട്. മാക്സിമം ഹൈറ്റ് 5.57 ഫീറ്റ് ആണ്. ഫോൾഡഡ് ഹൈറ്റ് 61 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 26 ആണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് കാര്യങ്ങൾ 1.2 kg. പിന്നെ 3 സെക്ഷൻ ലെഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്കിത് തുറന്നിട്ട് ഇതിന് നമ്മൾ ട്രൈപോഡ് പുറത്തെടുക്കുക. അപ്പോൾ സംഭവം വെൽ പാക്ഡ് ആണ്. അപ്പോൾ ഒരു പേപ്പർ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ വരുന്നുണ്ട് പുറത്ത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇതിൽ നിന്ന് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ക്വാളിറ്റി, നല്ലൊരു അടിപൊളി ഒരു ബാഗ് കിട്ടുന്നുണ്ട് ഈ ഒരു ട്രൈപോഡിൻ്റെ അപ്പുറം. അപ്പോൾ ഒരു നല്ലൊരു ഫീച്ചറാണിത്, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മൾ ട്രൈപോഡ് പുറത്തെടുക്കാം. അപ്പോഴും നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാക്കേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ വെൽ പാക്ഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രൈപോഡ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ട്രൈപോഡ് പുറത്തെടുക്കുക. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളറാണ് നമ്മുടെ ഒരു ട്രൈപോഡ് വരുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിന് എടുത്തിട്ട് നോക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു ബാഗ് എന്ന് പറയുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ഇങ്ങനെ ഇട്ട് ക്യാരി ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ആവശ്യമില്ല, കൈ വൃത്തിയായിട്ട് വിടാം. ഇത് തോളത്തിട്ടിട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനും നമ്മളെ കഴിഞ്ഞിട്ട് വീട് പോയിട്ടുണ്ടെങ്കിൽ സീനാണ്. അതുകൊണ്ട് ആ ഒരു പേടിയും വേണ്ട. അപ്പോൾ പ്രധാനമായിട്ടുള്ളൊരു നല്ലൊരു ഫീച്ചറാണ് ഇതിൽ വരുന്നത് ഈ ഒരു ബാഗ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ബാഗിൽ നിന്ന് ട്രൈപോഡ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന്ന് എടുക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മളിത് ഊരിയെടുത്തതാണ്. എനിക്ക് ഞാൻ വെറുതെ ഒന്നും കൂടി ഒന്ന് വെച്ചതാണ്. നമുക്ക് ഈ ഒരു ബാഗ് ഒന്ന് ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ഫീച്ചറായിട്ട് വരുന്നത് ഈ ഒരു പിടി തന്നെയാണ്. നമുക്ക് ഈ ഒരു കാലൊന്നും വെറുതെ പിടിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതിൻ്റെ ഒരു ലെഗ് പീസ് നമ്മൾ പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ലെഗ് പിടിച്ചിട്ട് ഇവിടുത്തെ ജോയിൻ്റ് എന്തെങ്കിലുമൊക്കെ ഇളകി പോകുന്നൊരു പിടിയുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമുക്കിത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പിടിയുണ്ട്. അപ്പോൾ ഈ ഒരു പിടി നല്ലൊരു സംഭവമാണ്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് പിടിക്കാൻ സാധിക്കും. പിന്നെ നമ്മളിത് നിന്ന് നിവർത്തിയാൽ ഇങ്ങനെയാണ് നിൽക്കുള്ളൂ. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം താഴ്ന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ല, ഈ ഒരു രീതിയിലാണ് നിൽക്കുക. പിന്നെ നമുക്ക് 3 സെക്ഷൻ ലെഗാണ് വരുന്നത്. 3 സെക്ഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് 2 സെക്ഷന് വേറെ വരുന്നുണ്ട്. അങ്ങനെ 3 സെക്ഷൻ ലെഗാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 5.57 ഫീറ്റ് ആണ്. 5.57 ഫീറ്റ് ആണ്. 67 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു മാക്സിമം ഹൈറ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു മിനിമം ഹൈറ്റ്, അതായത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുള്ള ഈ ഒരു മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് 61 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 61 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഏറ്റവും ചെറിയൊരു ഹൈറ്റ് വരുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു ലെഗ് കൂടാതെ തന്നെ ഇവിടെ ഒരു ലിവർ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ലിവർ നമ്മൾ ഫസ്റ്റ് ഈ ഒരു സൈഡിൽ ഒരു സ്ക്രൂ ഉണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തിന് ജസ്റ്റ് കൊണ്ടിരിക്കാം. അപ്പോൾ ഓക്കെ, ഈ ഒരു സൈഡിൽ ഈ ഒരു ലിവർ വരുന്നുണ്ട്. ഈ ഒരു സ്ക്രൂ നമ്മൾ ജസ്റ്റ് ഒന്ന് ലൂസൺ ചെയ്ത് കൊടുക്കുക. ഈ ലൂസ് ചെയ്തതിന് ശേഷം
ഇതിങ്ങനെ പൊന്തിച്ചിട്ട് ഇത് തിരിക്കുമ്പോൾ കണ്ടില്ലേ, ഇവിടുന്ന് പൊന്തി നല്ല ഹൈറ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഇത് എത്ര ഹൈറ്റ് വേണോ അത്രയും ഹൈറ്റാക്കി ഇവിടുന്ന് ടൈറ്റാണ്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇപ്പോൾ പൊന്തിച്ച് കാണിച്ചതാണ്. അപ്പോൾ അതെ ഇത്രത്തോളം ഹൈറ്റ് ഇപ്പം തന്നെ ആക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതിപ്പോൾ ഈ ഒരു ലിവർ ഇങ്ങനെ താണ് പോകുന്നത് നമ്മളെ സ്ക്രൂ ടൈറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ഈ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്തതിനാൽ നമ്മൾ ഈ ലിവർ താണ് പോയില്ല. അപ്പോൾ ഇത്രയും നമ്മൾ പൊന്തിച്ചിട്ടുണ്ട്. നമുക്കത് താത്തി വെക്കണമെന്നുണ്ടെങ്കിൽ ആ സ്ക്രൂ ഒന്നും കൂടി ലൂസും ചെയ്ത് നമുക്കിത് ഇങ്ങനെ ലിവർ തിരിച്ചിട്ട് നമുക്കിത് താക്കാൻ സാധിക്കും. എനിക്ക് ഈ ഒരു ലിവർ നമുക്ക് ഇവിടെ താത്തി വെക്കാം, നമുക്ക് ഈ ഒരു സ്ക്രൂ ടൈറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് കൂടുതൽ വിശേഷമൊന്നും പറയുന്നില്ല, നമുക്ക് ഓരോരോ ഫീച്ചറിലേക്ക് കടക്കാം. പിന്നെ ഇതിൻ്റെ മറ്റൊരു ചെറിയൊരു ഫീച്ചറാണ് ഇത് ഇവിടെ ഒരു കുളത്ത് വരുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ. അതായത് നമുക്ക് ഈ ഒരു ബാഗ് നമ്മൾ എവിടെയെങ്കിലും ഈ ഒരു ട്രൈപോഡ് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ബാഗ് എവിടെയെങ്കിലും മിസ്സായി പോകണ്ടെന്നോ ഒരു പേടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബാഗിൻ്റെ മേലെ ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രൈപോഡിൻ്റെ പേര് തന്നെ നമ്മളെ ബാഗ് ഉണ്ടാവുകൊണ്ട് എവിടെ കളഞ്ഞു പോകുന്നുള്ള പേടിയില്ല. നമുക്ക് എന്തെങ്കിലും സാധനം, ചെറിയ സാധനം, അധികം വെയിറ്റ് ഒന്നും വെച്ചിട്ട് മാക്സിമം 5 kg ഈ ഒരു ട്രൈപോഡ് താങ്ങുള്ളൂ. 5 kg താങ്ങുന്ന ഒരു ട്രൈപോഡാണ്. 1 kg ഇതിന് വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ 5 kgൻ്റെ അടുത്താണ് നമ്മൾ ഈ ഒരു ഇത്. അതുപോലെ തന്നെ നമ്മൾ ഫോൺ ഏകദേശം ഒരു 200 grams ഫോൺ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഹാങ് വെച്ചിട്ട് ഹാങ്ങിൽ നമുക്ക് തൂക്കിയിടാനൊക്കെ സാധിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ സൈസൊക്കെ ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി വിഷ്വൽസൊക്കെ കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോരോ ഫീച്ചറിലേക്ക് ഇനി വരാം. അപ്പോൾ നമ്മളെ മേലെ തന്നെ ഒരു മോൾഡ് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ക്യാമറയുടെ ഒരു മോൾഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊബൈലിൻ്റെ ഈ ഒരു മോൾഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഇതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു ലോക്ക് റിലീസ് ഉണ്ട്. അപ്പോൾ ഇത് ഒന്ന് ബാക്കോട്ടാക്കി റിലീസ് ചെയ്തിട്ട് ഇത് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് സിമ്പിളായിട്ട് നമുക്കിതിൽ വെക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊരു നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് എന്നിട്ട് വെക്കണമെങ്കിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്കിത് അല്ലേ ഇവിടെ വെച്ച് ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതവിടെ സ്റ്റഡി ആയിട്ട് ഇരുന്നോളും. പിന്നെ നമുക്ക് ഇത് ഇവിടെ സൈഡിലൊരു സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേർട്ടിക്കൽ വീഡിയോസ് എടുക്കാൻ കഴിയും. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫോൺ ഇവിടെ വെച്ചിട്ട് ഇത് ഇങ്ങനെ ചെരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വേർട്ടിക്കൽ വീഡിയോസ് എടുക്കാൻ കഴിയും. പിന്നെ അതിപ്പോൾ ഇതിന് ടൈറ്റാക്കി കൊടുക്കുക. പിന്നെ നമുക്കുള്ള മറ്റൊരു ഫീച്ചറാണിത്. ഇത് 360 ഡിഗ്രിയിൽ തിരിക്കാൻ കഴിയുമെന്നുള്ളൊരു ഫീച്ചർ. അപ്പോൾ ഇത് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ടാണുള്ളത്. അപ്പോൾ അതൊന്ന് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് ഇത് 360 ഡിഗ്രിയിൽ ഇത് കറങ്ങും. നമുക്കത് എവിടെയെങ്കിലും സ്റ്റഡി ആയിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു സ്ക്രൂ നല്ലോണം ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതിനാണെങ്കിൽ നമ്മൾ നല്ല മാക്സിമം നമ്മൾ അമർത്തിയിട്ടും അതുപോലെ തന്നെ നമുക്ക് താഴോട്ടും മേലോട്ടും ഒക്കെ ആക്കാൻ കഴിയും. പിന്നെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഈ ഒരു പിടി, പിന്നെ നമ്മൾ ഈ ഒരു സ്ക്രൂ ഇതാക്കിയിട്ട് ഈ ഒരു സൈഡത്തെ ഈ ഒരു ലിവർ വെച്ചിട്ട് നമ്മൾ വലുതാക്കുന്നതും. അപ്പോൾ പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രധാന ഫീച്ചറാണ് വാട്ടർ ലെവൽ. അപ്പോൾ ഈ ഒരു വാട്ടർ ലെവൽ നമുക്ക് വളരെ ഉപകാരമുള്ളൊരു സംഭവമാണ്. നമ്മളെ ഫോൺ സ്ട്രെയിറ്റ് അല്ല ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു ബബിൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ബബിൾ ഇപ്പോൾ നടുക്കാണുള്ളത്. അപ്പോൾ ശരിക്കുന്നതിനനുസരിച്ചിട്ട് ഇത് ബബിൾ മാറും. അപ്പോൾ ഈ ഒരു വാട്ടർ ലെവൽ നല്ലൊരു ഫീച്ചറാണ്. ഇനി ഞാൻ നിങ്ങൾക്കിത് ഫുൾ സൈസ് ആക്കിയിട്ട് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രൈപോഡ് ഫുള്ള് സൈസാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രൈപോഡിൻ്റെ ലെഗൊക്കെ ഫുള്ള് താത്തി വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലെയുള്ള ഒരു ലിവറും കൂടി തിരിച്ചിട്ട് ഇതിൻ്റെ ഫുൾ സൈസാക്കിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നല്ലൊരു വലുപ്പം, നിങ്ങൾക്കിപ്പോൾ കാണാൻ നല്ലൊരു വലുപ്പം. അപ്പോൾ ഞാനതിൻ്റെ അടുത്ത് പോയിട്ട് നിന്നപ്പോൾ ചേട്ടാന്ന് വിളിക്കേണ്ട അവസ്ഥയാണ് എനിക്ക് ഉണ്ടായത്. നല്ല ഹൈറ്റുള്ളൊരു സംഭവമാണ്, എന്നെക്കാളും ഹൈറ്റുള്ള ഒരു സംഭവമാണ്. നല്ലൊരു അടിപൊളി ഒരു ട്രൈപോഡാണ്. അപ്പോൾ ട്രൈപോഡൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ട്രൈപോഡ് തന്നെ ചൂസ് ചെയ്യും. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. പിന്നെ അതേ നമ്മൾ ട്രൈപോഡ് കുട്ടൻ, കമോൺ ബോയ്, നമ്മൾ ട്രൈപോഡ് കുട്ടൻ നമ്മളെക്കാളും വലിപ്പമുള്ളൊരു ട്രൈപോഡ് കുട്ടനാണ്. അപ്പോൾ ഞാൻ 5 feet ഹൈറ്റാണ്, ഇത് 5.57 feet ആണ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ എന്നെക്കാളൊരു വലിപ്പമുള്ളൊരു ട്രൈപോഡാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സിംഫോർ ക്രാഫ്റ്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ശേഷം തൊട്ടാണ് വിലക്കണം കൂടി തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ സ്ഥലം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാവുന്നതായിരിക്കും. It's me, I'm Murza, signing out. Bye.